നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദഹന വ്യവസ്ഥയെക്കുറിച്ചാണ്. ദഹന വ്യവസ്ഥ അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വരുന്നത്? എവിടെ നിന്നാണ് നമ്മുടെ ഡൈജഷൻ അതായത് ദഹനം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? അങ്ങനത്തെ ക്വസ്റ്റ്യന് PSC റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. നമ്മുടെ വായയിൽ തന്നെയാണ് നമ്മുടെ ദഹനം തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ ഇതൊക്കെയാണ് മെയിൻ. അപ്പം നമ്മുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പം വായിൽ എന്തൊക്കെയാണ്? പല്ലുകളും ഉണ്ട്, നാവുണ്ട്, പിന്നെന്താണ്, ഉമിനീരുണ്ട് അല്ലേ, സലൈവയുണ്ട്. അപ്പൊ പല്ലുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓഡന്റോളജി എന്നാണ് കേട്ടോ. ഓഡന്റോളജി എന്നാണ് പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനത്തിന്റെ പേര്. അപ്പോൾ നമ്മുടെ പല്ലിന്റെ ഏറ്റവും പുറമേയുള്ള ലെയർ, ഏറ്റവും പുറമേയുള്ള പാളി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗമാണത്. ഇനാമൽ എന്നാണ് അതിന്റെ പേര് കേട്ടോ. ഇനാമലാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം. പല്ലിന്റെ ഔട്ടർ ലെയർ ആണ്. പിന്നെ നമ്മുടെ ഇനാമലിന്റെ തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ഡെന്റൈൻ എന്ന് പറയും കേട്ടോ. ഡെന്റൈൻ. ഈ ഡെന്റൈന് ജീവനുള്ള ഒരു ഭാഗമാണ് ഡെന്റൈൻ. അപ്പൊ ഈ പല്ലുകൾ തന്നെ നമ്മളെ മനുഷ്യരിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് സെറ്റ് ഉണ്ട്. ആദ്യത്തെ സെറ്റാണ് പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നത്. അത് കൊച്ചു കുട്ടികളിലാണ് പാൽപ്പല്ലുകൾ കാണപ്പെടുന്നത്. ഒരു 10-14 വയസ്സ് വരെ കാണും. അത് കഴിയുമ്പോൾ അത് പൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞ് അഡൾട്ട് സ്റ്റേജിലോട്ട് കയറുമ്പോഴത്തേനും വരുന്ന രണ്ടാമത്തെ സെറ്റ് പല്ലുകളാണ് എന്ത്? പെർമനന്റ് ടീത്ത് എന്നറിയപ്പെടുന്നത്, അതായത് സ്ഥിരദന്തങ്ങൾ. അപ്പൊ പാൽപ്പല്ലുകൾ 20 എണ്ണം കാണും. സ്ഥിരദന്തം ആകട്ടെ 32 എണ്ണം ഒരു പ്രായപൂർത്തിയായ ഒരാളിൽ കാണും. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പല്ലുകൾ ഉണ്ടെന്ന് നോക്കാം. ഏതൊക്കെ തരത്തിലുള്ളതെന്ന്. അതായത് 4 എണ്ണമാണ് മെയിനായിട്ട്. 4 ടൈപ്പ് പല്ലുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഉളിപ്പല്ല് അതായത് ഇൻസിസേഴ്സ്, പിന്നെ കോമ്പല്ല് കാനീന്, പിന്നെ അഗ്രചർവണകം അതായത് പ്രിമോളാർ, പിന്നെ എന്താണുള്ളത് ലാസ്റ്റ് നമ്മുടെ അണപ്പല്ലുകൾ ചർവണകം അതായത് മോളാർസ്. അപ്പൊ ഇത്രയും തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഓരോ പല്ലുകളുടെയും ഉപയോഗങ്ങൾ നോക്കാം. ഇൻസിസേഴ്സ് അതായത് ഉളിപ്പല്ല്. ഉളിപ്പല്ല് എന്തിനാ നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ ഫ്രണ്ടിലുള്ള നമ്മുടെ മുൻഭാഗത്തുള്ള പല്ലുകൾ. അത് നമ്മളെ ആഹാര പദാർത്ഥങ്ങൾ മുറിക്കാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. ടു കട്ട് ദ ഫുഡ്. ഉളിപ്പല്ല് മൊത്തം കൂടി 8 എണ്ണം ഉണ്ട് നമുക്ക്. 8 എണ്ണം. 8 ഇൻസിസേഴ്സ് ഉണ്ട്. പിന്നെ അടുത്ത ഏതാണ് വരുന്നത്? കനൈൻസ് അതായത് കോമ്പല്ല്. കോമ്പല്ല് എത്ര എണ്ണം ആണ് നമുക്കുള്ളത്? ആ കൂർത്തിരിക്കുന്ന പല്ലുകൾ. അതായത് അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? ഫുഡ് ടീർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. കടിച്ച് പറിച്ചെടുക്കാൻ വേണ്ടി. അതായത് ഈ മാംസമൊക്കെ കഴിക്കുമ്പോൾ അത് നല്ലപോലെ കടിച്ച് വലിച്ചെടുക്കാൻ വേണ്ടിയാണ് കനൈൻസ് സഹായിക്കുന്നത്. അത് മൊത്തം 4 എണ്ണമാണ് നമുക്ക് ഉള്ളത്. പിന്നെ വരുന്നതാണ് എന്ത്? അഗ്രചർവണകം അതായത് പ്രിമോളാർ എന്നുള്ളത്. അതും ചെറിയ അണപ്പല്ലുകളാണ്. അത് 4 എണ്ണം വീതം മുകളിലും താഴെയും കൂടെ. അപ്പൊ മൊത്തം 8 പ്രിമോളാർസ് ഉണ്ട്, അതായത് അഗ്രചർവണകങ്ങളുണ്ട്. ഇത് എന്തിനാണ് സഹായിക്കുന്നത്? ആഹാരം നല്ലപോലെ ചവച്ചരയ്ക്കാൻ വേണ്ടിയാണ്, ചൂ ചെയ്യാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് അഗ്രചർവണകം കഴിഞ്ഞിട്ട് ചർവണകം അതായത് അണപ്പല്ലുകൾ. നമ്മുടെ മോളാർസ്. മോളാർസ് എന്തിനാണ് സഹായിക്കുന്നത്? വളരെ കട്ടിയുള്ള സാധനങ്ങൾ കടിച്ച് ചവയ്ക്കാൻ വേണ്ടിയാണ് നമ്മളെ ഈ ചർവണകം സഹായിക്കുന്നത്. അതാണെങ്കിൽ മുകളിൽ 6ഉം താഴെയും 6 എണ്ണം വീതം, അങ്ങനെ മൊത്തം 12 എണ്ണം ഈ ചർവണകം കാണപ്പെടുന്നു. അപ്പോൾ ഇനി നമുക്ക് ദഹന വ്യവസ്ഥയിലോട്ട് കിടക്കാം. ദഹന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഉമിനീര്. ഈ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നത് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്. അതാണ് നമ്മുടെ ഉമിനീരിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉമിനീര് എന്തിനാണ് സഹായിക്കുന്നത്? ഈ ചെറിയ ജെംസിനെ കൊല്ലാനും, പിന്നെ ഫുഡിനെ അതായത് നമ്മുടെ ആഹാരത്തിനെ വിഴുങ്ങാൻ വേണ്ടി ഒരു മയം കൊടുക്കാൻ വേണ്ടിയാണ്, മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മുടെ ഉമിനീര് സഹായിക്കുന്നത്.
അതായത് നമ്മുടെ ഭക്ഷണം ചവച്ചരച്ച് കുഴമ്പ് രൂപത്തിലാവാൻ വേണ്ടി ഉമിനീര് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഉമിനീര് ചെയ്യുന്നത്? വേറൊരു ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ആഹാരത്തെ സോഫ്റ്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതേ സമയം തന്നെ ദഹനാവസ്ഥയിൽ പറയുമ്പോൾ അന്നജത്തെ, അതായത് സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റുന്നുണ്ട്? മാൾട്ടോസ് ആക്കി മാറ്റുന്നുണ്ട്. എന്ത് ഘടകമാണ് ഉമിനീരിൽ അടങ്ങിയ ഏത് ഘടകമാണ് ഇതിന് സഹായിക്കുന്നത്? സലൈവറി അമൈലേസ്, അതായത് ടയാലിൻ. സലൈവറി അമൈലേസ് അല്ലെങ്കിൽ ടയാലിൻ, ആ ഘടകമാണ് മാൾട്ടോസ് ആക്കി മാറ്റാനും സഹായിക്കുന്നത് സ്റ്റാർച്ചിനെ. അപ്പോൾ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ദഹനം എവിടെ നിന്ന് തുടങ്ങുന്നെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വായിൽ നിന്ന് തന്നെയാണ് ദഹനം തുടങ്ങുന്നത്. അപ്പൊ മുമ്പേ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഉമിനീരിലെ ചെറിയ അണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു കണ്ടന്റ് കൂടിയുണ്ട്. അതാണ് എന്ത്? ലൈസോസൈം. ലൈസോസൈം ആണ് എന്ത്? ഉമിനീരിലെ അണുനാശിനിയായി പ്രവർത്തിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട്. അപ്പോൾ ഈ ചവച്ചരച്ച ഭക്ഷ്യവസ്തുക്കള് എങ്ങോട്ടാണ് പോകുന്നത്? അന്നനാളത്തിലോട്ട് പോകണം. അപ്പൊ അന്നനാളത്തിൽ എത്തുന്ന ഭക്ഷ്യവസ്തുക്കള് എങ്ങനെയാണ് ആമാശയത്തിലേക്ക് എത്തുന്നത്? ഒരു പ്രത്യേക തരം ഒരു മൂവ്മെന്റ് വെച്ചിട്ടാണ്. അതിന്റെ പേരാണ് പെരിസ്റ്റാൾസിസ്. കേട്ടോ, പെരിസ്റ്റാൾസിസ് ആണ്. പെരിസ്റ്റാൾസിസ് എന്ന ഒരു ചലനം മൂലമാണ് ഈ ചവച്ചരച്ച ഭക്ഷണ സാമഗ്രികള് നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുന്നത്. ഭക്ഷണം വിഴുങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കടക്കാതെ സഹായിക്കുന്നത് ഏത് ഭാഗമാണ്? നമ്മൾ ശ്വസനാവസ്ഥ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്താണ്? ക്ലോമപിധാനം. ക്ലോമപിധാനമാണ് നമ്മുടെ ഭക്ഷ്യ വസ്തുക്കള് ശ്വാസകോശത്തിലേക്ക് കടക്കാതെ ഒരു അടപ്പ് പോലെ സഹായിക്കും. അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. അതായത് വേവ് ലേക്ക് മൂവ്മെന്റ് ഓഫ് ഈസോഫാഗസ് ആണ് എന്ത്? പെരിസ്റ്റാൾസിസ്. അപ്പോൾ ഈ ചവച്ചരച്ച ഭക്ഷ്യവസ്തുക്കൾ എങ്ങോട്ടെത്തും? ആമാശയത്തിലേക്ക് എത്തും. ആമാശയത്തില് എന്തൊക്കെയുണ്ട്? പെപ്സിനും ലിപ്പേസും. അപ്പൊ എന്താണ് പെപ്സിന്റെ ധർമ്മം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ, അതായത് മാംസ്യത്തിനെ പെപ്റ്റൈഡുകളാക്കി മാറ്റാനാണ് പെപ്സിൻ സഹായിക്കുന്നത്. പിന്നെ നമുക്ക് ലിപ്പേസിന്റെ കാര്യം നോക്കാം. ലിപ്പേസ് എന്താണ് ചെയ്യുന്നത്? ലിപ്പേസ് ലിപ്പിഡുകളെ, അതായത് കൊഴുപ്പിനെ ചെറിയ കണികകളാക്കാൻ സഹായിക്കുന്നതാണ് ലിപ്പേസ്. അപ്പൊ ആമാശയത്തിൽ എന്തൊക്കെ ദഹനരസങ്ങളുണ്ട്? പെപ്സിൻ ഉണ്ട്, ലിപ്പേസ് ഉണ്ട്. പിന്നെ എന്താണുള്ളത് ദഹനത്തിന് സഹായിക്കുന്നത്? ആസിഡ് ഉണ്ടല്ലേ, ആസിഡ്. ഏത് ആസിഡ് ആണുള്ളത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണുള്ളത്. കേട്ടോ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഈ ലിപ്പേസ് നമ്മുടെ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. അപ്പോൾ ആമാശയത്തില് നമ്മൾ കഴിച്ച ഭക്ഷണ സാധനങ്ങള് അവിടെ കുറച്ചു നേരം കടക്കുന്നുണ്ട്. കടന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ചെറുകുടലിലോട്ട് പിന്നീട് കടന്നു പോകുന്നത്. അപ്പൊ അതുവരെ ആ ഭക്ഷണ സാധനങ്ങളെ കടത്തി വിടാതെ അവിടെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന കുറച്ച് പേശികളുണ്ട്. അതാണ് വലയ പേശികൾ, അതായത് സ്പിങ്ഡർ മസിൽസ്. അപ്പോൾ ഈ സ്പിങ്ഡർ മസിൽസ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന അനുസരിച്ചാണ് ഇത് എങ്ങോട്ട് പോകുന്നത്? ചെറുകുടലിലോട്ട് പിന്നീട് ഈ ഭക്ഷണം പോകുന്നത്. അപ്പൊ ചെറുകുടലിലേക്ക് ഭക്ഷണം കടന്നു കഴിയുമ്പോൾ, അതായത് ചെറുകുടലിനെ കുറിച്ച് നമുക്കിനി നോക്കാം. ചെറുകുടൽ എന്ന് പറയുമ്പോൾ ആമാശയം കഴിഞ്ഞ് ആദ്യമേ തുടങ്ങുന്ന ഭാഗത്ത് സി ഷേപ്പില് ചെറുകുടലിന്റെ ഭാഗം കാണുന്നതാണ് പക്വാശയം എന്ന് പറയും, ഡുവോഡിനം. ഈ ഭാഗത്തിലേക്ക് തന്നെയാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമായ പിത്തരസം കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ വേറെ എന്ത് രസമുണ്ട്? ആഗ്നേയഗ്രന്ഥി ഉണ്ടാക്കുന്ന രസം കൂടെ ഇവിടെ തന്നെയാണ് വന്നു ചേരുന്നത്. ഇത് രണ്ടും എന്തിനെ സഹായിക്കുന്നു? ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കരളിൽ നിന്ന് വരുന്ന പിത്തരസവും ആഗ്നേയരസവും എവിടെയാണ് വന്നു ചേരുന്നത്? ഈ പക്വാശയത്തിലാണ് വന്നു ചേരുന്നത്. അപ്പൊ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം നമ്മളുടെ കൊഴുപ്പിന്റെ പൂർണ്ണമായ ദഹനത്തിന് സഹായിക്കുന്നു. കംപ്ലീറ്റ് ഡൈജഷന് ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത്
നമ്മുടെ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ആഗ്നേയ ഗ്രന്ഥി എന്തൊക്കെ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ട്രിപ്സിൻ, അമിലേസ്, ലിപ്പേസ് എന്നിവയാണ് ആ ദഹനരസങ്ങൾ. അപ്പൊ എന്താണ് ട്രിപ്സിന്റെ ധർമ്മം? പ്രോട്ടീനെ ദഹിപ്പിച്ച് അമീനോ ആസിഡുകളാക്കി മാറ്റുന്നതാണ് ട്രിപ്സിന്റെ ധർമ്മം. അപ്പൊ രണ്ടാമത്തെ ദഹനരസമായ അമീലേസിന്റെ ധർമ്മം എന്താണ്? അമീലേസ് ധാന്യത്തിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. പിന്നെ ലിപ്പേസിന്റെ ധർമ്മം എന്താണ്? ഇത് ലിപ്പിഡിനെ ദഹിപ്പിക്കുന്നു, അതായത് കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നു. അങ്ങനെ ചെറുകുടലിൽ വെച്ചാണ് ദഹനം പൂർണ്ണമായും പൂർത്തിയാകുന്നത്. ചെറുകുടലിന് എത്ര ഭാഗങ്ങളുണ്ട്? മെയിനായിട്ട് 3 ഭാഗങ്ങളുണ്ട്. ഡുവോഡിനം, ഇലിയം, ഇഷ്യം എന്നാണ് ഈ 3 ഭാഗങ്ങളുടെയും പേര്. അപ്പോൾ നമ്മുടെ ദഹനം പൂർണ്ണമായിട്ടും ചെറുകുടലിൽ സംഭവിച്ചു തീരുന്നേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? പിന്നീട് ഈ ദഹിച്ച ആ ഫുഡ് വൻകുടലിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്, വൻകുടലിലേക്ക്. അപ്പോൾ ഈ ദഹനം പൂർണ്ണമായിട്ട് ചെറുകുടലിലാണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ നമ്മുടെ എന്താണ് എല്ലാ അബ്സോർപ്ഷനും നടക്കുന്നത് എവിടെ വെച്ചാണ്? അതായത് ഈ നമ്മുടെ ലവണങ്ങളെല്ലാം വലിച്ചെടുക്കുന്ന എവിടെ വെച്ച് തന്നെയാണ്? ചെറുകുടലിൽ വെച്ചാണ്. അപ്പോൾ അവിടെ ഈ ധാതു ലവണങ്ങള് വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കാൻ അവിടെ ചെറിയ വിരല് പോലെ ഉള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിനെ വിളിക്കുന്നതാണ് വില്ലസ് എന്ന് പറയും കേട്ടോ, വില്ലസ്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരും, നേരത്തെ ചോദിച്ചിട്ടുമുണ്ട് PSC. വില്ലസ് എന്ന ഭാഗമാണ്, ചെറുകുടലിലെ വില്ലസ് എന്ന ഭാഗമാണ് എന്ത്? ഈ ധാതു ലവണങ്ങളെ വലിച്ചെടുക്കാൻ സഹായിക്കുന്നത്. അപ്പോ പോഷക ഘടകങ്ങളെ ആഗിരണം ചെയ്യാൻ ചെറുകുടലിൽ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? വില്ലസ് ആണ് കേട്ടോ, വില്ലസ്. അപ്പോൾ ഈ ദഹനം സംഭവിച്ചു കഴിഞ്ഞിട്ട് ആ ബാക്കി അവശിഷ്ടം ഇനി എങ്ങോട്ട് പോകും? വൻകുടലിലേക്ക് പോകും. വൻകുടലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ അധികമായിട്ട് അതിനകത്തുള്ള ജലം ആഗിരണം ചെയ്യും. അതാണ് വൻകുടലിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദഹനത്തിന്റെ അവസാന പടിയായിട്ട് എവിടെയാണ് ഈ ആഹാരപദാർത്ഥം ചെല്ലുന്നത്? ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതായത് വൻകുടലിലേക്ക് ചെല്ലും. അപ്പൊ ഈ വൻകുടലിന് 3 ഭാഗമുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? സീക്കം, കോളം, റെക്റ്റം. അപ്പോൾ ഈ 3 ഭാഗങ്ങളാണ് നമ്മുടെ വൻകുടലിലുള്ളത്. ഈ വൻകുടലില് ഒരു ബാക്ടീരിയയും കൂടെ വസിക്കുന്നുണ്ട്. ഏതാണെന്നറിയാമോ? ഈ കോളൈ ബാക്ടീരിയ കേട്ടോ. ഈ കോളൈ ബാക്ടീരിയ നമ്മുടെ വൻകുടലിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയകൾ 2 വൈറ്റമിൻസ് കൂടി നമുക്ക് ഉൽപ്പാദിപ്പിച്ച് തരുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? വൈറ്റമിൻ B5ഉം വൈറ്റമിൻ Kയും ഒക്കെ ഈ ബാക്ടീരിയകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് തരുന്നുണ്ട്. ഈ വൻകുടലിന്റെ തന്നെ ഒരു വിരൽ പോലെ നീണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. വലിയ ഉപകാരമൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ്. വെർമിഫോം അപ്പൻഡിക്സ് എന്നാണ് അത് പറയുന്നത്. വെർമിഫോം അപ്പൻഡിക്സ്. അപ്പോൾ ഈ ഭാഗത്തിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്ന ഒരു അവസ്ഥയാണ് എന്ത്? അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൻഡിസൈറ്റിസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.